നരേന്ദ്രമോദിയെയും ട്രംപ് തട്ടിക്കൊണ്ടുപോകുമോ എന്ന കോൺഗ്രസ് നേതാവിന്റെ പരാമർശം വിവാദമാകുന്നു. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പൃഥ്വിരാജ് ചവാന്റെ പരാമർശങ്ങളാണ് വിവാദമാകുന്നത്. വെൻസ്ഡേയിൽ പ്രസിഡന്റ് നിക്കോളാസ് മറുഡോയെ US കസ്റ്റഡിയിലെടുത്ത സംഭവത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന. പൃഥ്വിരാജ് ചവാന്റെ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ചയാവുകയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ US നടത്തിയ സൈനിക ഇടപെടലിനെയും തുടർന്ന് പ്രസിഡന്റിനെ കസ്റ്റഡിയിലെടുത്ത സംഭവങ്ങളെയും ചൂണ്ടിക്കാട്ടിയായിരുന്നു ചവാന്റെ ചോദ്യം. വെനസ്വേലയിൽ നടന്നതുപോലെ എന്തെങ്കിലും ഇന്ത്യയിലും സംഭവിക്കുമോ? ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തട്ടിക്കൊണ്ടുപോകുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇന്ത്യക്ക് മേൽ അമേരിക്ക കനത്ത തീരുവകൾ ചുമത്തിയ സംഭവത്തിൽ മോദിയെ വിമർശിച്ചുകൊണ്ടായിരുന്നു ചവാന്റെ പ്രസ്താവന. 50% തീരുവ ചുമത്തുമ്പോൾ എങ്ങനെ വ്യാപാരം നടക്കും? ഇന്ത്യയിൽ നിന്ന് US കയറ്റുമതിയാണ് ഇതിലൂടെ തടസ്സപ്പെടുന്നത്. നേരിട്ടുള്ള ഒരു നിരോധനം സാധ്യമല്ലാത്തതുകൊണ്ടാണ് തീരുവയെ ആയുധമാക്കി ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയാണ് ഇത് സഹിക്കേണ്ടത്. ഇനി എന്താണ്? വെനസ്വേലയ്ക്ക് നേരെ ട്രംപ് ചെയ്തതുപോലെ ഇന്ത്യക്ക് നേർക്കും ചെയ്യുമോ? നമ്മുടെ പ്രധാനമന്ത്രിയെ തട്ടിക്കൊണ്ടുപോകുമോ? ചവാൻ ചോദിച്ചു. ഈ പരാമർശം പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ പ്രതികരണമാണ് ഉയർന്നത്. രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് ചവാൻ നടത്തിയെന്ന് ജമ്മു കാശ്മീരിലെ മുൻ DGP ഷേർപോൾ വൈദ് വിമർശിച്ചു. കോൺഗ്രസ് നേതാവിന്റെ വാക്കുകൾ മണ്ടത്തരവും ഉത്തരവാദിത്വം ഇല്ലായ്മയുമാണ്. ഈ തരത്തിലുള്ള പ്രതികരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഇന്ത്യ പോലൊരു ആണവ ശക്തിയുള്ള രാജ്യത്തോട് US ഇത്തരമൊരു നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യം ഉയർത്തുന്നത് തന്നെ യുക്തിരഹിതമെന്നായിരുന്നു വിമർശകരുടെ പ്രധാന വാദം. രാഷ്ട്രീയ വിമർശനത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര നിലപാടിനെ തരം താഴ്ത്തുന്ന പരാമർശങ്ങളാണിവയെന്നും ചിലർ ചൂണ്ടിക്കാട്ടി. പൃഥ്വിരാജ് ചവാന്റെ പ്രസ്താവനയെ BJPയും രൂക്ഷമായി വിമർശിച്ചു. കോൺഗ്രസ് ഓരോ ദിവസവും അങ്ങേയറ്റം താഴേക്ക് മുങ്ങുകയാണ്. ഇന്ത്യയെ വെനസ്വേലയുമായാണ് കോൺഗ്രസ് നേതാവ് താരതമ്യം ചെയ്തത്. ഇന്ത്യ വിരുദ്ധത വളർത്തുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ അരാജകത്വം ആഗ്രഹിക്കുന്ന ആളാണ്. ഇന്ത്യയുടെ കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ ആഗ്രഹിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. BJP ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി പ്രതികരിച്ചു.